ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോ ഞങ്ങൾ കന്യാകുമാരി പോയപ്പോൾ എടുത്ത വീഡിയോ ആണ് കേട്ടോ. നമ്മൾ രാവിലെ ഇവിടുന്ന് പുനലൂർ ട്രെയിൻ ഉണ്ടല്ലോ, ട്രെയിനിനാണ് പോയത് കന്യാകുമാരിക്ക്. നമ്മളൊരു 11 മണിയാകുമ്പോഴത്തേക്കിന് അങ്ങ് എത്തും. ഞങ്ങൾ കാപ്പിയും ചോറും ഒക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. കാപ്പി ഞങ്ങൾ ട്രെയിനിലിരുന്ന് തന്നെ കഴിച്ചു. ഉദയഞ്ഞ ഊണ് ഞങ്ങൾ അവിടെ ചെന്നിറങ്ങിയിട്ടാണ് കഴിച്ചത് കേട്ടോ. റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ നമ്മൾ ഫുഡ് കഴിക്കാനൊക്കെ പറ്റുമല്ലോ, അവിടെ ഇരുന്ന് കഴിച്ചിട്ട് പിന്നാണ് നമ്മൾ റൂമിലോട്ടൊക്കെ പോയിട്ട് അതും കഴിഞ്ഞിട്ടാണ് നമ്മളൊന്ന് ഫ്രഷ് ആയിട്ടൊക്കെ ആണ് പിന്നെ നമ്മൾ ഇനി ബീച്ചിലോട്ട് ഇറങ്ങി വന്നത്. കന്യാകുമാരിയിൽ കാണാമെന്നും പറഞ്ഞ് നമ്മൾ ഇറങ്ങി വന്നത്. അങ്ങനെ കുറച്ച് നേരമൊക്കെ അവിടെയൊക്കെ ഞങ്ങൾ പോയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും നല്ല രസമായിട്ട് മൊത്തം കാണാൻ പറ്റിയത് ഇപ്പോഴായിരുന്നു കേട്ടോ. നേരത്തെയൊക്കെ നമ്മളൊന്ന് പോയാലും ജസ്റ്റ് വണ്ടിയിൽ പോവും, തിരിച്ചപ്പോഴേ വരും. ഇതിപ്പം ട്രെയിനിന് പോയത് കൊണ്ട് നമ്മൾ അവിടെ വെയിറ്റ് ചെയ്ത് അവിടെ നിന്ന് എല്ലാം കണ്ടും കേട്ടും കുറേ ഒരു ദിവസം പിറ്റേന്ന് നമ്മൾ വരുന്ന ദിവസം വരെ നമ്മൾ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ പിള്ളേരൊക്കെ എൻജോയ് ചെയ്യണം. ഇതെൻ്റെ അച്ചൂസാണ്, അവിടെ നിൽക്കുന്നിടത്തുനിന്ന് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി കറങ്ങുക കേട്ടോ. അതെൻ്റെ മരുമകൻ എന്ന് പറയുന്നില്ല, മകൻ തന്നെയാണ് കേട്ടോ. അതും മോളും അവരുടെ ഫാമിലി എല്ലാവരും ഉണ്ടായിരുന്നു. പിന്നെ ഞാനും എൻ്റെ അനിയത്തിയുടെ മക്കളും, ഞങ്ങൾ ഇത്രയും പേരാണ് പോയത് കേട്ടോ. അവരൊക്കെ അവിടെയൊക്കെ ഇറങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയപ്പോൾ ഞാൻ അവിടെ ഇരുന്നെടുത്ത വീഡിയോ ആണ് കേട്ടോ. വെള്ളത്തിലിറങ്ങാൻ വേണ്ടി എല്ലാവരും നോക്കിയിരിക്കുക. അതിൽ അമിമോക്ക് ഭയങ്കര പേടിയാണ് വെള്ളത്തിലൊക്കെ ഇറങ്ങാൻ. അച്ചൂസ് അങ്ങനെയല്ല, അച്ചൂസ് വെള്ളം കണ്ടാൽ അപ്പോൾ ചാടി ഇറങ്ങും, പേടിയൊന്നുമില്ല. ഇത് ഞങ്ങൾ രണ്ടുപേരും കൂടെ അവിടെ കുത്തിയിരുന്നപ്പം വീഡിയോ എടുത്തതാണ് കേട്ടോ. നല്ല രസമാണ്, നമുക്ക് അങ്ങനെ ഇരുന്ന് നമ്മൾ സമയം പോയത് അറിഞ്ഞില്ല കേട്ടോ. നൈറ്റുമായിട്ട് നമ്മുടെ അവിടെ തന്നെ നമ്മൾ അങ്ങ് ഇരുന്നേത്. നമ്മളങ്ങനെ റൂം എടുത്തെങ്കിലും നമ്മൾ റൂമിലോട്ടൊന്നും പോയിരിക്കാനൊന്നും നിന്നില്ല. നമ്മൾ ബീച്ചിൽ തന്നെ അവിടെ തന്നെ ഇരുന്ന് കുറേ കാണാനൊക്കെ പറ്റുമായിരുന്നല്ലോ, അതുകൊണ്ട് അവിടെ തന്നെ ഇരുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ഓരോ സാധനമൊക്കെ മേടിക്കും, പക്ഷെ അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോഴ് മോളും മോനും അമ്മയും കൂടെ ഒക്കെ അവിടെ നിന്ന് ഫോട്ടോയൊക്കെ എടുത്ത്. അന്നേരം ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് തന്നെ ആഷിൻ്റെ അടുത്ത് ചോദിച്ചു, ആച്ചു എങ്ങനെയുണ്ടെടീ, എല്ലാം ഇഷ്ടപ്പെട്ടു എന്നൊക്കെ ചോദിച്ചു. അന്നേരം അവൾ പറയുകയാണ്, ഇഷ്ടപ്പെട്ടു, നല്ല രസമാണ്, എല്ലാവരും വന്ന് എപ്പോഴെങ്കിലും ഒക്കെ കുറച്ച് നേരം ഇങ്ങനെയൊക്കെ ഇരിക്കണം, കാണണം, ഇതൊക്കെയാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. പിന്നെ ഞാൻ ഇവരുടെ അടുത്ത് ചോദിച്ചു, എങ്ങനെയുണ്ടായിരുന്നു, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇതൊക്കെ എന്ന് ചോദിച്ചപ്പോൾ അവർ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ്. അവരുടെ ഉമ്മിയും ബാപ്പിയും ഒന്നും വന്നിട്ടില്ലായിരുന്നു. ഞങ്ങൾ 3 പേരുമാണ് ഇവിടുന്ന് പോയത്, കുന്നിക്കോടുന്ന്. ബാക്കി അവരൊക്കെ പുനലൂരാണല്ലോ. ഞങ്ങൾ തലേന്ന് അവിടെ പോയിട്ട് ഞങ്ങൾ എല്ലാവരും ഒന്നിച്ചാണ് പിന്നെ ട്രെയിനിന് പുനലൂരിൽ നിന്ന് കയറിയത്. അങ്ങനെ ഞങ്ങൾ കുറേ നേരം ഇരുന്നു. അങ്ങനെ സമയം പോകുന്നത് നമ്മൾ അറിയത്തില്ലല്ലോ. ഓരോരുത്തരും ഓരോന്നും പറഞ്ഞും നമ്മൾ നോക്കുമ്പോൾ വേറെ ഫാമിലിയിൽ ആരെങ്കിലും അവരുടെ ഇതും ഒക്കെ നമ്മളിങ്ങനെ നോക്കും, ഇരുന്ന് പോവുമല്ലോ, കളിയും കുഞ്ഞുങ്ങളുടെ കളികളൊക്കെ കാണുമ്പോൾ. അപ്പോഴെന്നെ നൈറ്റ് പിന്നെ കുറേ നേരം മോൾ ഇത് കളിക്കുന്നതേ അഫ്സാനായെ ഇരുത്തിക്കൊണ്ടാണ് കേട്ടോ. അന്നേരം ഈ അഫ്സാന ചെറുതല്ലേ, ഈ അമീറായും അഫ്സാനായും ഒക്കെ ചെറുതന്നേരം ഇവള് താന്നിരിക്കുമ്പോൾ ഈ കുഞ്ഞുങ്ങൾ മേളിൽ പൊങ്ങിയിരിക്കുമ്പോൾ ഇറക്കാൻ പറഞ്ഞ ഇവള് ഇറക്കില്ല. അത് കണ്ട് ഞങ്ങൾ ചിരിച്ച് ഉപ്പാട് വന്നു. നല്ല രസമായിരുന്നു അത്. ഞങ്ങൾ തിരിച്ച് റൂമിലെത്തിയിട്ട് അന്നേരം ഹസ്മി പറഞ്ഞേ, പിന്നെ എന്നെങ്കിൽ മുനീറമ്മ വീഡിയോ ഇട്, ഞാൻ ഡാൻസ് കളിക്കുന്ന വീഡിയോ ഇട് എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ആ വീഡിയോ എടുത്തത്. കുറേ നേരം അവളെ ഇതൊക്കെ തന്നെയാണ്, അവൾക്ക് സന്തോഷം ഇങ്ങനെ വീഡിയോ എടുക്കുന്നെന്ന് കാണുമ്പം. അങ്ങനെ അവൾ കുറേ നേരം ഡാൻസൊക്കെ കളിച്ച്. അപ്പോഴുണ്ട് വലിയ പിള്ളേരുണ്ട്, അവർക്കും കളിക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ അവരും കയറി നിന്ന് അങ്ങനെ ഡാൻസൊക്കെ കളിച്ച് കുറച്ച് നേരം നമ്മളൊരു എൻജോയ് ചെയ്തു. എന്താണെന്ന് വെച്ചാൽ ചിരിക്കാൻ നമുക്ക് പറ്റുമല്ലോ, അതാണ്. അതിനിടയ്ക്ക് ഞങ്ങൾ ഉദയവും കണ്ടായിരുന്നു. എന്നിട്ട് ഈ കുഞ്ഞുങ്ങളെല്ലാവർക്കും അവർക്ക് അവിടെയൊക്കെ നിൽക്കണമെന്നൊക്കെ പറഞ്ഞ് അവർ കുറേ നേരം അവിടെയൊക്കെ നിന്ന്. പിറ്റേന്നാണ് കേട്ടോ അത്. നമ്മൾ പോവാൻ നിന്നത് വിവേകാനന്ദ പാറയിൽ അപ്പുറം ബോട്ടിൽ പോവാമെന്നും പറഞ്ഞാണ് വന്നത്. പക്ഷെ തിരക്ക് കണ്ടില്ല, ആ തിരക്ക് കാരണം നമുക്കതിന് പറ്റിയില്ല.
അത് കാരണം നമ്മൾ ആ പോക്ക് ക്യാൻസൽ ചെയ്തിട്ട് പിന്നെ ഞങ്ങൾ പിന്നെ ഇവിടെ തന്നെ വന്നിരുന്നു കുറേ നേരം കുഞ്ഞുങ്ങളുടെ വീഡിയോ ഒക്കെ എടുത്ത് ഞങ്ങളവിടെ ഇരുന്നപ്പോൾ ഉണ്ട്. ഞാൻ ഇങ്ങനെ നോക്കിയപ്പോൾ ഉണ്ട് ദാണ്ട് ഈ മനുഷ്യനുണ്ടല്ലോ കഷ്ടം, എത്ര നേരം കൊണ്ട് അങ്ങനെ മുങ്ങിപ്പോവും, പിന്നെ മണൽ വാരിക്കൊണ്ട് വരും, അരിച്ചെടുക്കും, അങ്ങനെ കുറേ നേരം അങ്ങനെ തന്നെ ആയിരുന്നു കേട്ടോ. എന്തേലും കിട്ടിയോ ഇല്ലയോ എന്നൊന്നും അറിയില്ല, കഷ്ടം പാവം. ഇത്ര നേരം ആ വെള്ളത്തിൽ കിടന്നു എന്നറിയാമോ? വെള്ളത്തിൽ കിടക്കും, മുങ്ങും, മണൽ വാരും, പിന്നെ എന്നിട്ട് അരിച്ചു നോക്കും, അങ്ങനെയൊക്കെയായിരുന്നു. ഓരോരുത്തരുടെയും ഓരോ ജീവിത കഷ്ടപ്പാട് ഇതായിരിക്കും. അവർക്കത് ശീലമായി കാണും. നമുക്കാണെങ്കിൽ എനിക്ക് കണ്ടിട്ട് സത്യത്തിൽ വിഷമം തോന്നി. എത്ര നേരം നോക്കും, ചിലപ്പോൾ ഒന്നും കിട്ടില്ല. എങ്കിലും അവിടെ തന്നെ നിന്ന് അങ്ങനെ തന്നെ അരിച്ചെടുക്കുന്നത് കാണുമ്പോഴേ അങ്ങനെ ഞാനത് കുറച്ച് നേരം നിന്ന് വീഡിയോ എടുത്തു കേട്ടോ. എപ്പോഴെങ്കിലും എന്തെങ്കിലും കിട്ടുന്നോന്ന് അറിയാൻ വേണ്ടിയാണ് യഥാർത്ഥത്തിൽ ഞാൻ നോക്കിയത്. അപ്പോഴും പിന്നെ കാണുന്നുണ്ടായിരുന്നില്ല. പിന്നെ കുറേ തിരക്കായിരുന്നു അവിടെ. തിരക്കെന്ന് വെച്ചാൽ എന്താ തിരക്ക്! നമുക്കൊന്നും ഇരിക്കാനേ പറ്റത്തുള്ളൂ ഒരിടത്ത്. എനിക്കാണെങ്കിൽ അങ്ങനെ അധികം വെള്ളത്തിലൊന്നും ഇറങ്ങുന്നതൊന്നും അങ്ങനെ ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ പോയതുമില്ല. പിള്ളേരെല്ലാം ഇറങ്ങിപ്പോയി, വെള്ളത്തിലൊക്കെ ആയിരുന്നു. അപ്പോഴും ഞാൻ അവിടെ തന്നെ നിന്നിട്ട് ഇവർ വെള്ളത്തിൽ കളിച്ചിട്ടൊന്നും കയറി വരുന്നില്ല. അപ്പോഴും ഞാൻ വിചാരിച്ചു എന്നാൽ ഇറങ്ങിപ്പോയി നോക്കാം, അങ്ങനെ പോയാണ് കേട്ടോ. നിങ്ങൾ പോയതിൻ്റെ ഇത്രയും തിരക്ക് എന്തായിരുന്നു എന്നറിയില്ല, ഭയങ്കര തിരക്കായിരുന്നു. എന്നിട്ട് അവരവിടെ വെള്ളത്തിൽ കളിക്കുന്നതാണിത് കേട്ടോ. വെള്ളത്തിനകത്ത് ഇറങ്ങി അവർ. ഇറങ്ങണ്ട, ഇനി നനയ്ക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടില്ല. അവരെല്ലാവരും വെള്ളത്തിലിറങ്ങി, എല്ലാവരും നനഞ്ഞൂറ്റുവാരി ഉണ്ടോ. അങ്ങനെയാണ് അവർ എൻജോയ് ചെയ്തു. പക്ഷേ കഷ്ടം, അവരുടെ നനഞ്ഞു കിടുങ്ങി നിൽക്കുകയാണ്. കയറി വന്നു കഴിഞ്ഞപ്പോഴുണ്ടല്ലോ ഭയങ്കര തണുപ്പല്ലേ കാറ്റൂടടിക്കുമ്പോൾ, അങ്ങനെ കിടുങ്ങുന്നെന്ന് പറഞ്ഞത്. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞ് ഇവിടെ വന്നിരുന്നു. ഫുഡൊക്കെ കഴിച്ച് അവർ ഡ്രസ്സൊക്കെ മാറി നമ്മുടെ ഹോട്ടൽ റൂമിൻ്റെ അടുത്ത് തന്നെ ആയിരുന്നു കേട്ടോ. അന്നേരം നമുക്ക് അവരുടെ തന്നെ ഹോട്ടലായിരുന്നു അത്. അവിടെ വന്ന് നമ്മൾ ഫുഡൊക്കെ കഴിക്കാമെന്നും പറഞ്ഞിരുന്നു. കുറച്ച് നേരം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നു കേട്ടോ. എന്നിട്ടാണ് നമുക്ക് ഫുഡൊക്കെ കിട്ടിയത്. ഫുഡൊക്കെ നല്ലതായിരുന്നു കേട്ടോ. നമ്മൾ മസാല ദോശയും പൂരിയുമാണ് പറഞ്ഞിരുന്നത് കേട്ടോ. അതുകൊണ്ട് എനിക്ക് മസാല ദോശ മതി എന്ന് പറഞ്ഞു ഞാനങ്ങനെ അതും കഴിച്ചു. ബാക്കി അവരൊക്കെ പൂരിയോ അങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞു. അങ്ങനെ നല്ല ടേസ്റ്റായിട്ട് എല്ലാവരും എല്ലാ ഫുഡൊക്കെ നല്ലതായിരുന്നു കേട്ടോ. അവരുടെ ഫുഡിനൊന്നും നമുക്ക് കംപ്ലൈൻ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. നല്ല ടേസ്റ്റുള്ള ഫുഡൊക്കെ ആയിരുന്നു. അങ്ങനെ എല്ലാവരും ഫുഡ് കഴിക്കുന്ന തിരക്കാണ് കേട്ടോ. ഞാൻ വീഡിയോ എടുക്കുന്ന ഇവർ കണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. ഞാൻ ആ സൈഡിൽ ഇരുന്ന് വീഡിയോ എടുത്തപ്പോൾ എന്നിട്ട് എല്ലാവരും ഭയങ്കര ഫുഡ് നമുക്ക് താമസിക്കും. എന്താണെന്ന് വെച്ചാൽ കഴിക്കാനിരുന്നത് തന്നെ അവർ കൊണ്ടുവരുന്നത് തന്നെ ഓരോ ഭാഗം ഓരോരുത്തർക്കായിട്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞാനൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് അവർക്കൊക്കെ കിട്ടിയതെന്ന് തോന്നുന്നു. അവർ മെല്ലെയാണ് ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പിന്നെ നമ്മൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് റെയിൽവേ സ്റ്റേഷനിൽ വന്ന് നമുക്ക് തിരിച്ച് വരണ്ടേ. അതുകൊണ്ട് നമ്മൾ അവിടെ വന്ന് നമുക്ക് 1 മണിക്കൂർ ലേറ്റായിട്ടായിരുന്നു ട്രെയിന്. നമ്മൾ ആ 1 മണിക്കൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കേണ്ടതായിട്ട് വന്നു. അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ തന്നെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ നല്ല സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ ഇരുന്നാലും നമുക്ക് അവിടുന്ന് ഫുഡ് എന്തെങ്കിലും വേണമെങ്കിലൊക്കെ മേടിക്കാം. നമ്മൾ വെള്ളമൊക്കെ മേടിച്ച് അത് കഴിഞ്ഞ് നമ്മൾ ട്രെയിനിൽ പോകുന്ന സ്ഥലമൊക്കെ നോക്കിക്കേ, നല്ല ഭംഗിയാണ് കാണാൻ. അവിടെയൊക്കെ നല്ല രസമുണ്ട് കാണാൻ കേട്ടോ. അങ്ങനെ ഞാനത് കണ്ടുകൊണ്ട് വീഡിയോ എടുത്തതാണ്. നമ്മളങ്ങനെ തിരിച്ച് ഒരു 2 ദിവസം നമ്മൾ കറക്റ്റായിട്ട് കന്യാകുമാരിയിലുണ്ടായിരുന്നു. പിറ്റേന്ന് നമുക്ക് ഒരു 2 മണിക്ക് ആണെന്ന് തോന്നുന്നു ട്രെയിൻ വരുന്നത്. അങ്ങനെ നമ്മൾ തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് വരികയാണ് കേട്ടോ. മരുമോൻ ഗൾഫിൽ നിന്ന് വന്നപ്പോഴാണ് നമ്മളിത് പോയത് കേട്ടോ.
അവ സാധാരണ എല്ലാരും ഗൾഫിലൊക്കെ ആവുമ്പോ അവര് വരുമ്പഴല്ലേ ഇങ്ങനെയൊക്കെ ഒന്ന് പോവാനോ, പുറത്ത് ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് പോകാൻ പറ്റുള്ളൂ. അങ്ങനെ പോയതാണ് കേട്ടോ. അപ്പോഴെടുത്ത വീഡിയോ ആണിത്. ഇതുവരെ അതെനിക്ക് എഡിറ്റ് ചെയ്ത് ഇടാനും ഒന്നും പറ്റിയില്ല. വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ എല്ലാരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ല് കേട്ടോ. ഞങ്ങള് തിരിച്ചു വരുന്ന വഴിയില് ഞങ്ങള് മാത്രമേ ഈ കമ്പാർട്ട്മെന്റിൽ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴും പിള്ളേരവിടെ ഒപ്പനയും, ഡാൻസും, പാട്ടും അങ്ങനെ നല്ല രസമായിരുന്നു. നമ്മള് മാത്രമല്ലേ ഉള്ളൂ. അന്നേരം അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റുമായിരുന്നു. അങ്ങനെയാണ് കേട്ടോ. അപ്പോഴവര് ടാറ്റ പറഞ്ഞ് ഞാൻ പറഞ്ഞു, "എന്നാ നമുക്ക് ഇവിടെ വെച്ച് ഞാനും ഇറങ്ങാറായില്ലേ. ഞങ്ങളിനി ആവണീശ്വരം ഇറങ്ങി. അതുകൊണ്ട് ടാറ്റ പറഞ്ഞതാണ് കേട്ടോ. ടാറ്റാ."